ബാലതാരങ്ങളൊക്കെ തന്നെ എന്നും ആരാധകർക്ക് പ്രിയരാണ്. ചില സിനിമയിലെ ബാലതാരങ്ങൾ നമ്മൾ ഇന്നും ഓർക്കുന്നുണ്ട്. അങ്ങനത്തെ 3 പേരാണ് കുബേരൻ സിനിമയിലെ കുട്ടികൾ. അതിലെ ഒരു പെൺകുട്ടി ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന നടിയായി കഴിഞ്ഞു. അത് കീർത്തി സുരേഷാണ്. മറ്റൊരാളാണ് അതിലെ പയ്യനായി അഭിനയിച്ച വിഘ്നേഷ്. ദിലീപ് ചെയ്യുന്ന സിദ്ധാർത്ഥ് എന്ന ചെറുപ്പക്കാരന്റെ ദത്തുമക്കളാണ് ഈ കുട്ടികൾ. സുന്ദർദാസിന്റെ സംവിധാനത്തിൽ ദിലീപ്, കലാഭവൻ മണി, സംയുക്ത വർമ്മ, ഉമാശങ്കരി എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് 2002 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് കുബേരൻ. ഉമാശങ്കരി അഭിനയിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്രമാണിത്. രേവതി കലാമന്ദിറിന്റെ ബാനറിൽ മേനക സുരേഷ് കുമാറാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചിത്രം കണ്ടിട്ടുള്ളവർക്ക് ഇപ്പോഴും ബാലതാരം വിഘ്നേഷിനെ മറക്കാനാകില്ല. 2000ത്തിന്റെ തുടക്കത്തിൽ സിനിമയിൽ ബാലതാരമായി തിളങ്ങിയ വിഘ്നേഷിനെ ആരും അങ്ങനെ മറക്കില്ല. ഹരികുമാർ ചിത്രമായ പുലർവെട്ടത്തിൽ പ്രധാന കഥാപാത്രമായ ബാലുവിനെ അവതരിപ്പിച്ചത് വിഘ്നേഷ് ആയിരുന്നു. കുബേരൻ, മധുര നൊമ്പരക്കാറ്റ്, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും തുടങ്ങിയ സിനിമകളിലും കുറച്ച് ടെലിവിഷൻ പരമ്പരകളിലും വിഘ്നേഷ് അഭിനയിച്ചിരുന്നു. വർഷങ്ങൾക്കിപ്പുറം വളർന്ന് യുവാവായെങ്കിലും വിഘ്നേഷിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയുന്ന ആരും ആദ്യമൊന്ന് ഞെട്ടും. ഒരു അപകടത്തിൽ പരിക്കേറ്റ് നടക്കാൻ പോലും കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയാണ് താരത്തിനിപ്പോൾ. അങ്കമാലി ഫിസാറ്റിൽ നിന്ന് ബിടെക് പൂർത്തിയാക്കിയ വിഘ്നേഷ് ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിൽ ജോലിക്ക് കയറി. സിനിമാ മോഹം മനസ്സിൽ വെച്ച് ബോക്സിങ്ങിനെയും ഡാൻസിനെയും സ്നേഹിച്ചു കഴിയുമ്പോഴാണ് വിഘ്നേഷിനെ തകർത്ത അപകടമെത്തിയത്. തലയ്ക്കായിരുന്നു മാരകമായ പരിക്കേറ്റത്. ഇതോടെ മാസങ്ങളോളം ഓർമ്മയില്ലാത്ത അവസ്ഥയായി വിഘ്നേഷിന്. അച്ഛനെയും അമ്മയും വരെ ഓർത്തെടുക്കാൻ പ്രയാസപ്പെട്ടപ്പോഴും ഡാൻസും സിനിമയും ബോക്സിങ്ങും വിഘ്നേഷിന്റെ ഓർമ്മയിൽ നിന്നും മാഞ്ഞുപോയില്ല. പിന്നീട് വിഘ്നേഷിന്റെ തിരിച്ചുവരവിന്റെ നാളുകളായിരുന്നു. അപകടത്തിന് ശേഷം ഇപ്പോഴും നടക്കാൻ വിഘ്നേഷിന് പൂർണ്ണമായും സാധിച്ചിട്ടില്ല. നന്നായി നടന്നിട്ട് വേണം മുടങ്ങിപ്പോയ നൃത്ത പരിശീലനം ആരംഭിക്കാനെന്നാണ് വിഘ്നേഷിന്റെ ആഗ്രഹം. ഇപ്പോൾ ജീവിതത്തിലേക്ക് പതിയെ പതിയെ തിരിച്ചെത്തുന്നുണ്ട് വിഘ്നേഷ്. അഭിനയം മാത്രമല്ല വിഘ്നേഷിന്റെ കഴിവെന്ന് എല്ലാവർക്കും അറിയാം. നൃത്തവും ബോക്സിങ്ങുമാണ് താരത്തിന് അഭിനയത്തോടൊപ്പമുള്ള ആഗ്രഹം. നൃത്ത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന താരം ജന്മനാ തന്നെ പ്രതിഭയാണ്. ബോക്സിംഗ് മാത്രമാണ് താരം വ്യത്യസ്തമായി പഠിച്ചത്. അത് ധൈര്യം പകരുന്നതായതുകൊണ്ടാണ് അത് പഠിച്ചതെന്നാണ് താരം പറയുന്നത്. അപകടം പറ്റിയപ്പോഴും താരത്തിനുണ്ടായിരുന്ന ഏക വിഷമം ഇത് രണ്ടും ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ്. അപകടത്തിൽ നഷ്ടപ്പെട്ട ഓർമ്മ തിരികെ കിട്ടിയെങ്കിലും ഒരു കാലിന് നല്ല പരിക്കുണ്ടായിരുന്നു. സഹായമില്ലാതെ നടക്കാൻ കഴിയില്ല എന്ന അവസ്ഥയായിരുന്നു. താരത്തിനെ കാണാൻ ജയസൂര്യ എത്തിയത് വാർത്തകളായിരുന്നു അന്ന്. അല്ലു അർജുനും ജയസൂര്യയുമായിരുന്നു വിഘ്നേഷിന്റെ ഇഷ്ടതാരങ്ങൾ. ജയസൂര്യയെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു വിഘ്നേഷിന്. വിഘ്നേഷിന്റെ കഥയറിഞ്ഞ ജയസൂര്യ വിഘ്നേഷിനെ കാണാൻ എത്തുകയായിരുന്നു. അതേസമയം ജയസൂര്യയ്ക്കൊപ്പം പ്ലെയേഴ്സ് എന്ന സിനിമയിൽ താൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് വിഘ്നേഷ് പറഞ്ഞപ്പോൾ മാത്രമാണ് ജയസൂര്യ തിരിച്ചറിഞ്ഞത്. നിശ്ചയദാർഢ്യം കൊണ്ട് ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന വിഘ്നേഷിന് എല്ലാ സഹായവും പിന്തുണയും വാഗ്ദാനം ചെയ്തും സിനിമയിൽ അവസരം വരുമ്പോൾ മറക്കില്ലെന്നും പറഞ്ഞ ശേഷമാണ് ജയസൂര്യ അവിടെ നിന്ന് തിരികെ പോയത്.